പി ചിദംബരത്തിൻ്റെ പേരിൽ ഗൗരവമായ കേസുകൾ ED അന്വേഷിച്ചു. കോടതി അദ്ദേഹത്തിന് ജാമ്യം പോലും നിഷേധിച്ചു. തമിഴ്നാട്ടുകാരിയായ ജസ്റ്റിസ് ഭാനുമതിയാണ് ഗൗരവതരമായ കുറ്റം ചിദംബരത്തിൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ നിർവാഹമില്ലെന്നും സുപ്രീം കോടതിയിലിരുന്ന് പ്രതിപാദിച്ചത്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന സ്ഥിരം വാദം എത്ര ബാലിശമാണ് എന്ന് പി ചിദംബരം, സെന്തിൽ ബാലാജി, ലാലു പ്രസാദ് യാദവ്, വെസ്റ്റ് ബംഗാളിലെ മന്ത്രിമാർ തുടങ്ങിയ നിരവധി പേർ, ഡൽഹിയിലെ AAP മന്ത്രിമാർ, ആന്ധ്രാപ്രദേശിലെ BR കവിത തുടങ്ങിയവരുടെ പേരിലുള്ള നടപടിയിൽ നിന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്രതിനിധിഷ്ഠ കേസ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ജാമ്യീകരിച്ച് പോലും നിരാകരിച്ച് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കസ്റ്റഡിയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിലും കഴിയേണ്ടി വന്നു. അപ്പോൾ ഉടനെയുള്ള വാദം കോടതികളും മോഡി സ്വാധീനം. എന്തൊരു ബാലിശമായ കഥയാണ്. നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ അംഗീകരിച്ച് മതിയാകൂ. ഇലക്ട്രൽ ബോണ്ടിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് നിയമം അവകാശം കൊടുത്തിട്ടുണ്ട്. ആ വിധി വന്നപ്പോൾ പറഞ്ഞു, ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ അയ്യോ എന്തൊരു സ്വതന്ത്രമാണ്, നിഷ്പക്ഷമാണ്. തങ്ങൾക്ക് അനുകൂലമായി വന്നാൽ നിഷ്പക്ഷമാവും, എതിരായി വന്നാൽ മോഡി ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് പ്രവർത്തി. എന്തൊരു ബാലിശമായ ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അഭിജ്ഞരായ വിദ്യാഭ്യാസം വിവരമുള്ള പൗര സമൂഹം ഇത്തരം ബാലിശമായ വാദങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഈ വാദം തികച്ചും നിരർത്ഥകമാണ്, നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല. ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി കേന്ദ്രീകൃതമായ 2022 നിയമപ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കേന്ദ്രീകൃത ഏജൻസി എന്തെങ്കിലും നിയമവിരുദ്ധം, പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ കാര്യമായും ബാധിക്കുന്ന ഒരു പ്രവർത്തനം കണ്ടെത്തി അന്വേഷണം ആരംഭിച്ചാൽ അത് ഫെഡറലിസത്തിന് വിരുദ്ധമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന സ്ഥിരം പല്ലവി ഉന്നയിക്കുന്നത് ബലഹീനതയാണ്, ശക്തിയല്ല. അത് ഈ രാജ്യത്തെ ജനങ്ങൾ അതിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാറ്റിലും സ്ഥിരം വാദമാണ്. കേരളത്തിലും ഡൽഹിയിലും ബീഹാറിലും ഒക്കെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമാണ്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിക്ക് എതിരായി അപ്പോഴും പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷെ കോടതികളൊന്നും ഇത് അംഗീകരിച്ചിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന വിധത്തിൽ പ്രതികൾക്ക് ജാമ്യം പോലും കൊടുക്കാതെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും ജയിലിൽ കഴിയേണ്ടി വരുന്നൊരു സ്ഥിതി വിശേഷം. ഇത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷതയ്ക്ക് അത്യന്താപേക്ഷിതമായ നടപടിയാണ്. അത് തുടർന്നേ മതിയാകൂ. ഏത് ഉന്നതനാണെങ്കിലും സാമ്പത്തിക ക്രമക്കേട് കാണിച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ച് അവരെ ശിക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതാണ് ലാലു പ്രസാദ് യാദവിന് പറ്റിയത്. ബീഹാറിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ് ഞാനെന്ന് പറഞ്ഞ് കോടികളുടെ കാലിത്തീറ്റ കുംഭകോണത്തിൽ ജയിൽ ശിക്ഷ വിധിച്ച് ജാമ്യം പോലും കിട്ടാതെ അവിടെയും പറഞ്ഞ് രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയ പ്രവർത്തകനെ എന്ത് കേസ് കുടിക്കാലും ഉടനെയുള്ള വാദം രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തുമാത്രം ബാലിശമാണ്, അർത്ഥശൂന്യമാണ് ഈ വാദം എന്ന് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ അന്വേഷണം സ്വാഗതാർഹമാണ്. കാരണം ഭീമമായ സാമ്പത്തിക ക്രമക്കേടുകൾ, കോടികൾ ഉൾപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടുത്ത കാലത്ത് പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തീർച്ചയായും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നടപടി തെറ്റാണ്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ യാതൊരു അവകാശങ്ങളും ലംഘിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ കലക്ടർമാർക്ക് IAS ഉദ്യോഗസ്ഥന്മാർ നിലയ്ക്ക് തങ്ങളുടെ ഏതെങ്കിലും അവകാശം ലംഘിച്ചാൽ അവർക്ക് പോകാമായിരുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്ത് ഒരു കലക്ടർക്കെതിരായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടിയെടുക്കാൻ പാടില്ല എന്ന വിചിത്രമായ വാദം ഒരു കോടതിയും അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.